അപ്പോൾ ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ഇടാൻ മോശമാണെന്ന് എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് വളരെ ലിമിറ്റഡ് ലീവുള്ളൂ. ആ ലീവിൻ്റെ ഇടയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് അസറുവിൻ്റെ വീട്ടിലാണ് കേട്ടോ. അസറുവിൻ്റെ പുതിയ പെരയാണിത് ഈ കാണുന്നത്. മാഷാ അല്ലാ, അടിപൊളിയായിട്ട് പരിപാടി നടക്കുന്നുണ്ട്. കല്യാണത്തിൻ്റെ മുമ്പ് ഓൻ്റെ പരിപാടിയൊക്കെ തീർക്കാൻ നോക്കി, പെരൻ്റെ പണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊന്നും അൺഫോർച്ചുനേറ്റ്ലി പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ പണി വളരെ തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി മറ്റൊന്നുമല്ല, അസറുവിൻ്റെ വീട് കാട്ടിലൊന്നല്ല, കാരണം അത് നിങ്ങൾ ഓൾറെഡി ബാസിലിൻ്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളെ പരിപാടി വേറെ ഒന്നല്ല, വീട്ടിലേക്ക് ഒരു സാധനം നമ്മൾ വാങ്ങിക്കണേ. വേറെ ഒന്നല്ല, ഒരു വാഷിംഗ് മെഷീൻ, ചെറിയൊരു വാഷിംഗ് മെഷീൻ. വീട്ടിലത്തെ വാഷിംഗ് മെഷീന് ഞങ്ങൾ കുടിയിരിക്കുന്ന സമയത്ത് ഒരു 10-15 കൊല്ലം മുമ്പ് വാങ്ങിയ സാധനമാണ്. അത് കേട് വന്നിക്കണേ. അപ്പോൾ ഉമ്മ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഉമ്മക്ക് ഊരവേദനയും കൈവേദനയൊക്കെ എടുക്കുന്നുണ്ട്. വലിയ ജീൻസും പാൻറ്റൊക്കെ പാടെ തിരുമ്പിയിട്ട് നടക്കണില്ല ഉമ്മക്ക്. അപ്പോൾ വാഷിംഗ് മെഷീൻ വാങ്ങണം എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് വാഷിംഗ് മെഷീന് പിന്നെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞങ്ങനെ വെച്ചേക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ വാഷിംഗ് മെഷീൻ അസറുവിൻ്റെ വീട്ടിലേക്ക് ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ വാങ്ങിയ കൂട്ടത്തിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കണേ. അപ്പോൾ ചന്തക്കുന്നുമ്മലാണ് സാധനം ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് സാധനം എടുത്തിട്ട് നമുക്ക് വണ്ടൂർ കൊണ്ടുപോകണം. എന്നിട്ട് വീട്ടുകാരെയൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ചെയ്യാം. നമുക്ക് സർപ്രൈസ് ആണല്ലോ നമ്മളെ മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് ഇതിവിടെ അയലോകത്തൊരു വീട്ടിൽ വെച്ചിരിക്കണം കേട്ടോ സാധനങ്ങളൊക്കെ. അപ്പോൾ ആ സാധനം വണ്ടി കയറ്റിങ്ങാണ്ട് വീട്ടിൽ കൊണ്ടുപോകണം. വീട്ടിൽ വേറെ രസമുണ്ട്. വീട്ടിൽ നെജുമയില്ല, ഇമ്മയില്ല. ഉമ്മാൻ്റെ വീട്ടിൽ പോയതാണ്. വല്യമ്മക്ക് സുഖമില്ലായിട്ട് ഹോസ്പിറ്റലായിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ നെജുമ ഇന്ന് ഓണപ്പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുങ്ങി കെട്ടി തൊലിച്ചെങ്ങാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് പോണ വഴിക്ക് മിക്കവാറും ഓളെ കോളേജിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോഴേക്കാരപ്പോൾ ഓളിത് കാണുക. അപ്പോൾ ഞാൻ ഇനീഷ്യലി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആദിലിൻ്റെ വീട്ടിലേക്ക് വാങ്ങിയ വാഷിംഗ് മെഷീനാണെന്നുള്ള രീതിയിൽ കൊണ്ടുപോകാം. എന്നിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇത് നമ്മൾ തന്നെയാണെന്ന് പറയാം. ഓളും തന്നെ എക്സൈറ്റഡ് ആണ്, കാരണം ഇവളും തിരുമ്പി കുഴങ്ങിക്കണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഏതായാലും നമുക്ക് സാധനം വണ്ടി കയറ്റിയിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ വാഷിംഗ് മെഷീൻ കേട്ടോ. IFBൻ്റെ വാഷിംഗ് മെഷീൻ നല്ലതാണെന്നൊക്കെ പറയണ കേട്ടോ. IFB അത് പറഞ്ഞിട്ട് വാങ്ങിയാണ്. മൈജിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ അസറുവിൻ്റെ പെരയ്ക്ക് ഉള്ള സാധനങ്ങളാണ്. ബാക്കി ഈ ഫ്രിഡ്ജും ഈ കാണുന്നതൊക്കെ അസറുവിൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ വണ്ടിയും കൊണ്ടാണ് വന്നിക്കണ്. അതിലാണ് നമ്മളെ നാട്ടിലത്തെ മെയിൻ ഖജാഞ്ചി. എന്താവശ്യം ഉണ്ടെങ്കിലും അതിൽ വിളിച്ചാൽ മതി. അതിനൊരു ഫ്രീ പ്രൊമോഷൻ എന്നൊക്കെ. അപ്പോൾ അപ്പോൾ വണ്ടി കച്ചവടക്കാർക്ക് ഏറ്റെടുക്കാൻ പറ്റിയ ആളാട്ടോ അതിൽ. നിങ്ങൾക്ക് വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ നല്ല ആൾക്കാരുണ്ടെങ്കിൽ വേഗം അതിലെ കോൺടാക്റ്റ് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ ഏതായാലും ഞാൻ ഇനി സുജയായി നിന്നിട്ട് കാര്യമില്ല, ഇത് പൊടിച്ചണം. അപ്പോൾ നമ്മളിത് പൊടിച്ചിങ്ങോട്ട് വണ്ടി കയറ്റട്ടെ. എന്നിട്ട് നെജുമിനെ പോയി കോളേജിൽ നിന്ന് എടുക്കാം. ഓക്കെ, ആ പോണ് BMW. ചെറുക്കന്മാരൊക്കെ പാടേ ഒരു കൊറ്റം ഫ്രീക്കാ പോണ്. ആകെ തലീക്കെട്ടും. വേറെ സംഗതി ഉണ്ട്. ഇപ്പോൾ ഓണ സീസണാണ്. ഇന്ന് കോളേജ് കൂട്ടുന്ന ഡേറ്റാണ്. എല്ലായിടത്തും ഓണപ്പരിപാടിയും മറ്റേ മറിച്ചൊക്കെ നടക്കണേ. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ നമ്മൾ കോളേജിൽ പഠിച്ച സമയത്ത് തന്നെ ഇതൊരു പ്രത്യേക റങ്കാണ്. തുണിയൊക്കെ എടുത്തിട്ടേ നമ്മളെ മനസ്സിൽ നമ്മൾ തന്നെ നമ്മളെ മനസ്സിൽ നമ്മൾ സ്റ്റാർ. നമ്മളെ മനസ്സിൽ നമ്മൾ സ്റ്റാർ ചെയ്ത് പ്രേമത്തിൽ നീമ്പോളിയാണ് നമ്മളെ മൈൻഡില്. നമ്മൾ വണ്ടി ലുക്കിലേക്കാണ് പോണത്. ഇത് ഇതൊക്കെ തലയിൽ മറ്റേ വെള്ള തോരനൊക്കെ കെട്ടിട്ട് എന്നാ പ്രേമൊക്കെ ഇറങ്ങിയ സമയമാണ്. എന്നിട്ട് മറ്റേ തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് മാസം ഇങ്ങോട്ട് അടിച്ചിട്ട് കുട്ടികളെ 4 മക്കളൊക്കെ കാണുമ്പോഴേ പൊടിമീശൊന്നും ഉണ്ടാവില്ല. എന്നാലും അമ്മയൊക്കെ നമ്മൾ അരുതി ആകെ റോഡ് ഷോ ഒക്കെ ഉണ്ടാവും. ഫുൾ അലമ്പ് RX ബുള്ളറ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കട്ട 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 കട്ട. ഇപ്പൊ പിന്നെ ആ സെറ്റപ്പ് ഒക്കെ മാറി. ഇപ്പോ ആകെ റെന്റാണ്. ഇന്ന് റെന്റുകാർക്ക് വരും കച്ചവടം എന്ന് പറഞ്ഞു. ഇന്ന് ഇഷ്ടംപോലെ വണ്ടികൾ ഇറങ്ങും. ഇഷ്ടംപോലെ MVDക്ക് നല്ല ഫണ്ടിങ് വരും. MVDക്ക് ഏറ്റവും കൂടുതൽ MVDന്റെ ഫണ്ട് ഏറ്റവും കൂടുതൽ കൂടുക ഇങ്ങനത്തെ പരിപാടികൾ നടക്കുമ്പോഴാണ്. ഈ ഓണപ്പരിപാടി ക്രിസ്മസ് പരിപാടി കിടക്കുമ്പോൾ ചെറുക്കന്മാർ ഇങ്ങോട്ട് വണ്ടി ഇറക്കിയിട്ട് അങ്ങോട്ട് അലമ്പാക്കിയിട്ട് നമ്മൾ ഇതേമാതിരി ചെയ്തിക്കണേ. ആരും നമ്മൾ കുറ്റം പറയില്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ സാധനമൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. വെഹിക്കിൾ അനസൂത്രൊക്കെ ഉണ്ട്, നമ്മളെ ഇത് വെഹിക്കിളുണ്ട്, മെഷീൻ വെഹിക്കിളുണ്ട്. ഇനി നേരെ മമ്പട കോളേജ് പോയേക്കാം. എന്നിട്ട് നെജിമിനെ കയറ്റി വീട്ടിൽ പോകാം. നെജിമക്ക് മിക്കവാറും മനസ്സിലാവും. ആംബുലൻസ് സൈഡ് കൊടുക്കും. അതാണ് നമ്മളെ നാടിൻ്റെ ഒരു പ്രത്യേകത. ആംബുലൻസ് നല്ല ഇമ്മാതിരി ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ ആംബുലൻസ് എത്തേണ്ടടുത്തേക്ക് എത്തി. അത് ഈ ഒരു സംവിധാനം നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളൂ. സംഭവം നമ്മളെ നാട്ടിൽ പൂടുത്തമുട്ട ബ്ലോക്കാണെങ്കിലും ഒരു ആംബുലൻസിൻ്റെ സൈറൻ കേട്ടാൽ എങ്ങനെയെന്നറിയില്ല 4 ഭാഗത്തേക്ക് ചിഹ്നിച്ച് തരും ജനങ്ങൾ. അതിന് നമ്മളെ നാട്ടുകാരെ കഴിഞ്ഞിട്ടുള്ളൂ. ഇതെന്താടാ ഈ സൂസ് എന്ത് വണ്ടിയത്?
ഫോറസ്റ്റ് സൂസോ കൊണ്ട് നടക്കണപ്പോൾ കേരളം വേറെ ലെവലായോ? അതിന് ഫോറസ്റ്റ് കേരളത്തിൻ്റെ ഇതിൽ പെടൂലല്ലേ? പെടുമോ? അത് സെൻട്രൽ ഗവൺമെൻറ് അല്ലേ? ആ ഞമ്മക്കും അറിയില്ല, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ആരും ഒന്നും വിചാരിക്കാത്. പിന്നെ അപ്പോൾ ഏതായാലും ആണോ? അങ്ങനെയുണ്ടോ? എനിക്കറിയില്ല, സംഭവം അറിയില്ല. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, യെസ്, ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ ഏതായാലും നമ്മളിനി കോളേജിൽ പോട്ടെ. കോളേജിൽ പോയിട്ട് കാണാം. കുട്ടികൾ ഓണം ആഘോഷിക്കുന്ന കുട്ടികൾ. നമ്മൾ വീണ്ടും നിലമ്പൂരിൻ്റെ എൻട്രൻസ് എക്സിറ്റ് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ വ്ളോഗിൽ കാട്ടി തന്നതാണ്. നിലമ്പൂരിൻ്റെ ബ്യൂട്ടി, കാടിൻ്റെ ഇടയിൽ കൂടെ പോണത്. ഈ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നാട് അതിനൊക്കില്ല. സീനാണ്. മഴത്തൊക്കെ ഇതിലെങ്ങനെ പാസ് ചെയ്യുമ്പോണ്ടല്ലോ, ഇവിടെ ഒരു ഡാർക്ക് മൂഡ് വരണ്ട്. നമ്മൾ വല്ല ബന്ദിപ്പൂർ ഉണ്ടല്ലോ ഇത്ര ലുക്ക്. നമുക്കിത് നമ്മളെ നാട്ടിലായിട്ടാണ് ഒരു നിലയും വരില്ലാത്തത്. ഇത്ര ലുക്കുള്ളൊരു ഫ്രെയിം നിങ്ങൾ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും വളരെ ലിമിറ്റഡ് സ്ഥലത്തെ ഇത്ര ബ്യൂട്ടി ഉണ്ടാവുള്ളൂ. ഏതായാലും നമ്മൾ മമ്പാട് കോളേജിനെ ധന്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് നെജ്മനെ വിളിച്ചു നോക്കാം. എന്താ ഇപ്പോൾ പറയാ നെജ്മനോട് ഇപ്പോൾ. പക്ഷെ വാഷിംഗ് മെഷീനാണ് ഇത് ബേക്ക് കണ്ടാൽ നോക്കുക എന്തായാലും ഔട്ട് പിടിച്ചു. കാരണം വാഷിംഗ് മെഷീന് നമുക്ക് പിന്നെ നാട്ടിലൊക്കെ വന്നിട്ട് നോക്കാമെന്നൊക്കെ എന്നോട് പറഞ്ഞിനി. ഏതായാലും നമുക്ക് പോയോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം കോളേജിൻ്റെ ഒക്കെ എത്തി. ഇതിപ്പോൾ എന്താ ശിങ്കാരി മേളത്തിൻ്റെ ടീമാണ് വന്നിട്ടുണ്ട്. ഓണത്തല്ല് കഴിഞ്ഞോ? കച്ചറുണ്ടാക്കൽ അതോ എൻട്രിക്ക് വെയിറ്റ് ചെയ്യണോ? എന്താ സംഗതി മനസ്സിലാണുള്ള. കോളേജിലാകെ അള്ളാടെ കിട്ടോ, ഇതെന്തോ മെയിൻ പരിപാടി നടക്കണേ. അയ്യോ, അങ്ങോട്ട് പോയാൽ പണിയാവും. അങ്ങോട്ട് പോയാൽ ഉറപ്പ് പണിയാവും. ഇതലമ്പാവും. നമ്മൾ വണ്ടി തിരിച്ച് ചെറുക്കന്മാരുടെ ഇടയിൽ മാനം കിടാൻ വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് കോളേജ് കുട്ടികളാണ്. അതിൻ്റെ ഇടയ്ക്ക് പോയാലേ നമ്മൾ ആകെ മാനം കൊടും. ഇവിടെ തിരിച്ചാ ഞാൻ ഓളെ വിളിച്ചോട്ടോ. ചെക്കന്മാരെ എൻട്രിൻ്റെ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ചെക്കനോട് വിളിച്ചോട്ടെ. പോയി എൻ്റെ ഇവിടെ വിളിച്ചേ ഏതാ? ഓക്കേ. അപ്പോൾ ഏതായാലും നമുക്ക് നെജ്മിനെ ഒന്ന് വിളിച്ചു നോക്കാം. മനസ്സേ ഇതൊന്ന് പിടിച്ചു തരുടാ. ഇത് കൊണ്ട് പിടിച്ചേരാൻ പറഞ്ഞിട്ട് എന്നാ തിരിച്ച ക്യാമറ. ഓക്കെ. അപ്പോൾ നമുക്ക് ഓളെ വിളിച്ചു നോക്കട്ടോ. മറ്റേതേ കോളേജിൻ്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ ആകെ മാനം കൊടും. അവിടെ ആകെ ചെക്കന്മാരാണേ. എവിടെ ചില്ലീസിലോ? അതാ. അപ്പൊ ബാഗ് ആവശ്യമുണ്ടോ? അത് ആരുടെയും എടുക്കാൻ പറയാൻ പറ്റുമോ? ഇവിടെ ആകെ ചെക്കന്മാരാണേ. ഇവിടേക്ക് പോകാൻ തന്നെ പറ്റില്ല. എന്താ എൻട്രി ഒന്നും കഴിഞ്ഞിട്ടില്ല നിങ്ങളെ? അപ്പൊ ഇവിടെ ഫുള്ള് ചെക്കന്മാരാണ്. കോളേജിൽ പോയാൽ അലമ്പാവും. ഞാൻ കോളേജിന്റെ അവിടേക്ക് തിരിയണ റോഡില്ലേ, അവിടേക്ക് എത്തി. ഞാൻ അങ്ങോട്ട് വരാ. ഈ ബാഗ് ആരേലും കൊണ്ട് കൊണ്ടുവച്ചാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് കോളേജിൽ നിന്ന് ചില്ലീസിന്റെ അവിടേക്ക് എത്തിച്ചാൻ കഴിയുമോ? എന്റെ ഹോൾഡ് വെച്ചിട്ട്. എനിക്ക് ഹോൾഡ് ഒന്നുമില്ല. ഞാൻ എന്നാ ചില്ലീസിന്റെ അവിടേക്ക് വരാം. എൻ്റെ ഒരു തേങ്ങ ഞാൻ വരാം ഏതായാലും. ഓക്കെ. അതിനെത്താ കുഴപ്പമില്ല. എന്താ വരുന്നു? ഓക്കെ. അപ്പോൾ ഓള് ഇവിടെ ഇമാതിരി പരിപാടി നടക്കുമ്പോ ഓളോളെ ചങ്ങാഴ്ചോള് ചില്ലീസിക്ക് ഫുഡ് കഴിക്കാൻ പോയിക്കള്. സദ്യറിയില്ല ഇതിന് കേണാവോ. അപ്പോൾ ഏതായാലും നമുക്ക് എന്നാ ചില്ലീസിൻ്റെ അവിടേക്ക് പോയേക്കാം. ഇത് മറ്റേത് കോളേജിൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മാനം കൊടും. നമ്മൾ മൂന്നാളിങ്ങനെ മോട്ടറാകാൻ വന്നു. പണ്ട് നമ്മളുണ്ടല്ലോ, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതേമാതിരി കാരണവന്മാരുണ്ടാവും. മറ്റേ നാട്ടിലത്തെ ചന്തക്കുന്നുമൊക്കെയുള്ള ഞാൻ മെല്ലെ പഠിച്ചിരുന്നത്. അപ്പോൾ ഈ ചന്തക്കുന്നുമല്ല 3-4 ചെറുക്കന്മാർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഷോടും മക്കളെ കാണാൻ വന്നുകൊണ്ട്. അപ്പോൾ അതേമാതിരി വന്നതാണ് വിചാരിച്ചു. അപ്പോൾ മാനം കിടാൻ വെച്ചാൽ ഓള് ഇവിടെ തന്നെ ചില്ലീസിൽ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് അവിടേക്ക് പോയേക്കാം. ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നെജുമ പുറത്തുണ്ട് കേട്ടോ. നൊണ്ടി എങ്ങനെ ഇനി പരിപാടി? ഇല്ല, തിരുമ്പി തരില്ല. അത് ഞാൻ അറിയണ ലീഗല്ല. വിളിച്ചോ? മീൻ കൊണ്ടേ കൊടുത്ത് വരികയാണിക്കണം. നന്നാക്കിയാണ്ടാണല്ലോ കൊണ്ടേ കൊടുത്ത്. അപ്പൊ പൊരിച്ചാന്നും പറഞ്ഞു എന്നോട്. അപ്പൊ പൊരിക്കാന്നും പറഞ്ഞു. അല്ല, നിങ്ങൾ ഓണത്തിന് എന്താ കഴിച്ചേ? ബിരിയാണിയോ? ഉസ്റും പുളിയില്ല.
ഇസ്രമുള്ളിലെ മനുഷ്യന്മാര് ബിരിയാണി കഴിക്കോ? ഇതിലിരിക്കോജി? എ സി ഒന്നുമില്ല. ഓണാക്കിട്ടോ? ഇത് അതെന്താ? അതൊന്നുമില്ല. അതാ അതിൻ്റെ സാധനമാണ്, നമ്മളെ സാധനമല്ല. ഇതെന്താണല്ലോ അത്? ആ ഇതെന്തെങ്കിലും അതിൻ്റെ വണ്ടി തുറയണില്ല. ഓ സോറി, മൈ ബാഡ്. ഓക്കെ, പ്ലീസ് ബി കംഫർട്ടബിൾ. എന്ത് ഞമ്മക്ക്? എന്ത് ഇതെന്ത് ചേട്ടാ ഞമ്മക്കാണ് അറിയണേ? എന്ത് ഇത് എന്തുണ്ടെന്ന് ഞമ്മക്കാണ് അറിയണേ? ഡിസ്കേ വാഷിംഗ് മെഷീനോ? എന്ത് വാഷിംഗ് മെഷീന്? ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങൂല പറഞ്ഞല്ലേ? അപ്പൊ എന്താന്നറിയോ, വാഷിംഗ് മെഷീനാണ് ഇവിടെ ഉണ്ട്. പിന്നെ അപ്പൊ സാറായിട്ട് തിരുമ്പ ഇനി മുതൽ കേട്ടോ. ഹാപ്പി അല്ലേ? ഇമ്മയൊക്കെ രണ്ടിലേറെ ഹാപ്പി. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ വിറ്റെന്താ നിങ്ങൾക്ക് ഇടയ്ക്ക് ഞാൻ പറയട്ടെ. ഞാനേ കോളേജിൽ ഇവിടെ കൊണ്ടുവരാൻ പോയി, നേരത്തെ നിങ്ങൾ കണ്ടില്ലേ? അപ്പം നോക്കുമ്പോൾ ഉണ്ട് കോളേജ് എത്തണ വരെ എൻട്രൻസിൽ ഫുള്ള് ചെക്കന്മാർ വരിക്ക് നിൽക്കുക. എൻട്രൻസ് നമുക്ക് എൻട്രി ഉണ്ടാവുമല്ലോ ഓണം പരിപാടിക്ക്. ഇവിടെ തൊട്ടപ്പുറത്തില്ല അങ്ങാടിയിൽ ചില്ലീസിൽ വന്നിട്ട് നല്ല ബിരിയാണി അടിച്ച് കുത്തിർക്കുക നല്ലോരം ഓണത്തിന്. എന്നാൽ മനുഷ്യന്മാർ സദ്യ ആയിക്കോല്ലോ, ഓണപരിപാടി ആണല്ലോ എഴുതിങ്ങാണ്ട്. ഇവിടെ ടീം മൊത്തം വന്നിട്ട് നല്ല കോഴി ബിരിയാണി അടിച്ച് കുത്തിർക്കുക. ഇജ്ജത് ടീമാണ് ഓണം ആഘോഷിക്കാൻ വന്നിരിക്കുന്നത്. എങ്ങനെ പിന്നെ കോളേജ് വന്നാകുക? ഏതായാലും വണ്ടിയിലിരിക്ക്. ഇനി നമുക്ക് ഇമ്മ വരലില്ല. ഇമ്മനെ മിക്കവാറും നമുക്ക് നാളെ സർപ്രൈസ് ആക്കാം. അല്ല, ഈ സാധനം കോഴിക്കോട്ട് നിന്ന് വാങ്ങിയ അസറുവിൻ്റെ പെരേക്ക് മൈജിക്ക് പോലും പോയിട്ടില്ലേ? ആ കൂട്ടത്തിൽ അസറുവിൻ്റെ പെരയിലേക്ക് അടക്കി എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പൊ ഏതായാലും എല്ലാം കജ്ജിൽ കുത്തി തിരുമ്പാ, മെഷീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് കജ്ജിലിട്ട് കുത്തി തിരുമ്പേണ്ടി വരും. ഇനിയിപ്പോൾ നമുക്ക് ഇമ്മാനെ സർപ്രൈസ് ആക്കണം. ഇനി എന്തെങ്കിലും വേണം എനിക്ക് അവിടുന്ന്? വെള്ളം എന്തെങ്കിലും വേണോ? ഇരുന്നോ, ചൂടുണ്ടാവുണ്ടോ? ഓക്കെ, ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. എൻ്റെ കോളേജിനെ പറ്റിച്ച് പറയുന്ന അഭിപ്രായമാണ് എല്ലാവരും കേൾക്കുന്നത്. ഒരു രസമുള്ള പരിപാടി എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെല്ലാവരും ഇവിടെ ഇറക്കിയാട്ടെ. MES കുട്ടികളത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബിരിയാണി ഞാൻ എന്തെങ്കിലും തിന്ന് വരട്ടെ, പൈസ വെച്ചാൽ. ഓക്കെ, സവണപ്പ് വാങ്ങാം. ഞാൻ വരുമ്പോൾ കൊടുത്താൽ പോരെ? ഓക്കെ, അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. നജ്മിൻ്റെ കൂടെ ബാഗും കാര്യം. എങ്ങനെ ബാഗ് എത്തിച്ചേ? ബാഗ് കോളേജിൽ ഒരു ടീം മിഡ് വേക്കും പോകുന്നുണ്ട് അല്ലേ? ഒരു ടീം മിഡ് വേക്ക് മന്തിയേക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓലെ കൊണ്ട് കൊണ്ടുവച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ഓണപരിപാടിക്ക് നടക്കണതാണ് ഇപ്പോൾ. ഒരു ടീം മന്തിയേക്കാൻ പോണ്, ഒരു ടീം ബിരിയാണി കഴിക്കാൻ പോണ്. എല്ലാத்தைയും ആദ്യം ആൾക്കാരനെ. ഏതായാലും ഞാൻ പോയി ബിരിയാണി ഇന്നട്ടെ. ബൈ ബൈ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇനി വീട്ടിൽ പോയിട്ട് കാണാം. സുഹൃത്തുക്കളെ, നമ്മൾ വീട്ടിലെത്തിയിട്ടാ. അനിയൻ ഒടുക്കോ പോകാൻ നിൽക്കുന്നുണ്ട്. ഇമ്മ എന്തായാലും പരിയില്ല, അമ്മ നാളെ വരുള്ളൂ. ഇപ്പാൻ്റെ വണ്ടി അവിടെ ഉണ്ടോ? ആ കറണ്ട് വണ്ടി ഉണ്ടോ അവിടെ? ഓക്കെ, അപ്പോൾ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ഇപ്പാനെ പതുക്കെ വിളിച്ച് ഇപ്പാക്ക് കാട്ടിക്കൊടുക്കുക. ഇമ്മാനെ നാളെ വരുമ്പോൾ സർപ്രൈസ് ആക്കാം. ഓക്കെ, ഭക്ഷണം കഴിച്ചാണ്ട് നമ്മൾ പെരിയിലെത്തിക്കണോ? റിവേഴ്സ് ആയിട്ടല്ലേ? റിവേഴ്സ് ആയിട്ടതാന്നല്ലേ? മറ്റോ നോക്കുന്നുണ്ട്, അന്തം മുട്ടുണ്ട്. എന്ത് സംഭവം, എന്താ ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വരുന്നത്? സുഹൃത്തുക്കളെ, എൻ്റെത് ചെറിയ ഇടുങ്ങിയ റോഡാണ്. അത് കാരണം ആട്ടി അടിച്ചാണ്ടൊന്നും വണ്ടി എടുക്കാൻ പറ്റില്ല. കറക്റ്റ് ഗ്യാപ്പ് കൂടെ അങ്ങനെ കയറ്റണം. നല്ല പെരേക്ക് വലിയ വണ്ടികളൊക്കെ കയറ്റാൻ പറ്റുള്ളൂ. നമ്മളത് ചെറിയ വണ്ടിയായതുകൊണ്ട് അങ്ങനെ കയറിപ്പോവും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അകത്ത് കയറട്ടെ. ഇത് കുടിച്ചാ ഞാൻ ഈ മൈക്കൂടെ കൊടുക്കട്ടെ കേട്ടാ. മൈക്ക് കൊടുക്കില്ലെങ്കിൽ ചിലപ്പോൾ കാണണ്ട എനിക്ക് അതിലെ. ഓക്കെ, ഇറങ്ങൂലേ? എൻ്റെ ഇപ്പം ഇറങ്ങൂലേ പുറത്തേക്ക്? ചെറുതൊക്കെ അങ്ങനെ ആയിക്കണേ. എന്തപ്പോൾ കാട്ടണേ? ഒരു പ്രായത്തിൽ കഴിഞ്ഞ ചെക്കന്മാരൊക്കെ വേഗം വളരടാ. അങ്ങനെയാണ്. അങ്ങനെയല്ല, അത് എനിക്കിപ്പം എൻ്റെ അഞ്ചന്മാരെ ഞാൻ കാണണല്ലേ. എൻ്റെ മേലേക്ക് ഇല്ലവർക്കല്ലേ ഇപ്പം ഞാൻ വളരണ അറിയുള്ളൂ. ക്വാളിറ്റിക്ക് പോണേ. എന്താ നമുക്കൊരു ഗ്യാപ്പ് വേണം കേട്ടോ, ചെറിയ സാധനം ഇടാൻ പറ്റിയ. യെസ്, അപ്പോൾ അതിറങ്ങായില്ല. എന്നാൽ ഞാൻ ഇന്ന് എനിക്ക് പോകണ്ട. ഓക്കെ, അത് എൻ്റെ അടുത്തേക്ക് കയറാം. ഞാൻ ട്വിസ്റ്റ് ചെയ്ത് തരാം.
ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ആപ്പ ഉറങ്ങടാ. ആപ്പാന്ന് വിളിക്കണതിൻ്റെ ഇപ്പാന കേട്ടോ. ഇപ്പാന ആപ്പാന്ന് വിളിച്ചത്. അപ്പോൾ അവനെ വിളിക്കാം. ഇപ്പാനെ വിളിക്കാം. എന്നിട്ട് സാധനം നയ്യ് തിരിച്ചു പിടിച്ചാൽ എൻ്റെ അടുത്ത് ഉറങ്ങ. ഡാഡി ഗിരിജ ഉറങ്ങാണല്ലോ. ഉറക്കം സ്വയിപ്പാക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്താ പാർസലോ? ആർക്ക് വന്നതാ? ആ, നമുക്ക് ഒരു പാർസൽ അയക്കാനൊക്കെ. ഇപ്പോൾ ഇത് ഇറക്കണമല്ലേ സേഫായി കണ്ട്. പതുക്കണ ഇറക്കിയാലോ? ഇറക്കിച്ചാലോ? സാധനം വാങ്ങിക്കണേ. അതേ സാധനം വാങ്ങിക്കണ അറിയാം. യെസ്, മാഡം അറിയത് കേട്ടോ. അസുറിൻ്റെ വ്ളോഗിൽ കണ്ടിനോ? ആ, അവിടുന്ന് കൊണ്ടുവന്നത് തന്നെയാണത്. പക്ഷെ എനിക്ക് ഡൗട്ട് അടിച്ചിനോ? അത് പറഞ്ഞോ? ആരാ പറഞ്ഞത്? ആണോ? മോണ്ണ ചങ്ങായി പറഞ്ഞിക്കണതില്. അല്ല, ഇമ്മ കണ്ടിട്ടില്ല. ആണോ? ഇമ്മ കണ്ടിക്കണോ? പക്ഷെ ഇമ്മ കണ്ടിക്കണ ഇമ്മ എന്നോട് പറയണ്ടാണല്ലോ. സംഭവം ഇത് പാളിക്കണെങ്കിൽ ഇപ്പൊ തന്നെ തിരിച്ചുണ്ടെങ്കിൽ. ഏതായാലും സാധനം ഇറക്കട്ടെ കേട്ടോ. ഓക്കെ, അതുണ്ട്. ഇങ്ങനെ തന്നെ കൊണ്ടുപോണ്ടി. അത് മേലെ അത് പിടിച്ചടാ. അവിടെ എന്ത് വീടിന്റെ വേറെ വ്ളോഗാ. അത് കുഴപ്പമില്ല. ചിലപ്പോൾ ഒന്നെങ്കിൽ മറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സുഹൃത്തുക്കളെ, എന്തായാലും സാധനം ഇവിടെ എത്തിക്കണേ. ഇത് മൂഞ്ചി പോയി തോന്നുന്നുണ്ട്. എത്ര മൂഞ്ചി പോയാലും നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഏതായാലും വാഷിംഗ് മെഷീൻ പേരിൽ എത്തിക്കണേ. ഇനിയിപ്പോൾ ആപ്പനെ വിളിച്ചുകൊണ്ട് ഇതൊന്ന് കാട്ടി കൊടുക്കുക. ഉറങ്ങാം. രാവിലെ ഉറങ്ങാൻ പാടില്ല കേട്ടോ. ഇതൊന്ന് മുട്ടിക്ക. കുഴപ്പമില്ല, അതിനെന്താ പ്രശ്നമില്ല. നീ സീറ്റ് ഇതാക്കണ്ടേ? ഏത്? ഷിബുവിൻ്റെ കുത്തി പൊളിച്ചൊക്കെയല്ലേ. അങ്ങനെ ഇപ്പാനെ വിളിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പം കടന്നുറങ്ങുന്നുണ്ട്. ഇപ്പാൻ്റെ അടുത്ത് പോവാം. അപ്പാ കിടക്കുക. ഇവിടെ വരി. ഇതുണ്ട്. ഇത് പറ്റുമോ? ഇത് നല്ല കമ്പനിയാ. ഇതങ്ങോട്ട് എടുത്തു നമ്മൾ. 7.5 കിലോനോ 8 കിലോനോ എന്തോ ആണ്. ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് വേണ്ട. പിന്നെ മറ്റേതിങ്ങനെ മാറ്റിയൊക്കെ ഇടണ്ടേ? അതല്ലേ സൗകര്യം. എക്സ്പെൻസീവാണ്. പൈസ ചിലവുണ്ട്. ഇനി IFB നല്ല കമ്പനിയാണ് ഞാൻ കേട്ടെ. ഇല്ലേല് ബെസ്റ്റ് കമ്പനിയാണ്. എത്ര ഇത് ഇവിടുന്ന് എടുത്താണ്? മൈജിന്ന്. മൈജി ഇല്ലേ? മൈജി ഇവിടുത്തെ മൈജി അല്ല, നമ്മളെ തൊണ്ടയാട് മൈജി. അസറുവിൻ്റെ പേരേക്ക് കുറച്ച് സാധനങ്ങൾ ഇറക്കണ്ടേ. ഞാൻ കൂട്ടത്തിൽ ഇറക്കിയതാ. അത് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ തന്നെ അങ്ങനെ ഇതാക്കി. ടോപ്പ് ലോഡാണെന്ന് തോന്നുന്നുണ്ട്. അന്ന് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. കഴിഞ്ഞപ്പോൾ ഓല വിളിച്ചണം, കമ്പനി വിളിച്ചിട്ട് സെറ്റാക്കണം. ഉമ്മാനോട് പറയണ്ട കേട്ടോ. ഉമ്മാനോട് പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ഉമ്മ വരുമോ ചോദിച്ചേ. ഇത് ഒരാഴ്ചയായിട്ട് നിലമ്പൂർ കിടക്കേനേ. ഓൻ്റെ പെരപ്പണി കഴിഞ്ഞിട്ട് അവിടുന്ന് ഓല് കമ്പനി ഡെലിവറി ചെയ്യില്ല. കാരണം ഒരുപാട് സാധനം ഉണ്ടേ. ഓൻ്റെ പെരേക്കിൽ ഫ്രിഡ്ജും സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഞാൻ എക്സ്ട്രാ ഇതാക്കിയാ. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഉമ്മ നാളെ വരണം. ഉമ്മ ഇവിടെ ഇല്ല. ഉമ്മാൻ്റെ പേരിലാണ്. അപ്പോൾ ഇനി ഉമ്മ വന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഞാൻ കമ്പനിയിൽ വിളിച്ചിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടി നടക്കുമോ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഉമ്മ വന്നിട്ട് ഇനി കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വാഷിംഗ് മെഷീന് എത്തി. ഇപ്പോൾ 2-3 ദിവസമായിട്ടാണ് അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ. പക്ഷേ ഇമ്മ ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മൾ വാഷിംഗ് മെഷീൻ കൊണ്ടുവന്ന ദിവസം ഇമ്മ വീട്ടിലില്ല.
ഉമ്മാൻ്റെ വീട്ടിൽ പോയേക്കായിരുന്നു വല്യമ്മക്ക് സുഖമില്ലായിട്ട്. അപ്പം 2-3 ദിവസമായി നമ്മൾ സാധനമൊക്കെ ഫിറ്റ് ചെയ്തിട്ട്. അപ്പം ഇന്ന് വരുന്നുണ്ട് തിരിച്ച് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന്. ഇപ്പം ഉമ്മാനെ കൊണ്ടുവരാൻ പോയിക്കണം. ഉമ്മ അങ്ങാടിയിൽ ബസ് ഇറങ്ങിക്കണം തോന്നുന്നുണ്ട്. നമ്മളെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ 2 ദിവസം മുമ്പ് തന്നെ, അത് നമ്മൾ സാധനം കൊണ്ടുവന്ന അന്ന് തന്നെ IFBന്ന് ആൾക്കാർ വന്നിട്ട് സാധനമൊക്കെ ഫിറ്റ് ചെയ്ത് പോയി, ടെക്നീഷ്യൻ വന്നിട്ട്. അപ്പോൾ സാധനം ബേക്കിലാണുള്ളത്. നമ്മൾ എൻ്റെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീട് കൂടിയിരിക്കുന്ന സമയത്ത് കിട്ടിയ വാഷിംഗ് മെഷീനിൽ നിന്ന്. അത് എനിക്ക് തോന്നുന്നു ഈ വീട് കൂടിയിരുന്നിട്ട് 2010-ലൊക്കെ കൂടിയിരുന്നാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ 16 കൊല്ലം പഴക്കമുള്ള വാഷിംഗ് മെഷീനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അതാണ് ഈ വാഷിംഗ് മെഷീൻ. ഇത് സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീനാണ്. ഇതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും ഇമ്മ വരുന്ന സമയത്ത് എൻ്റെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇമ്മ ഇപ്പോൾ വരും ഉപ്പാൻ്റെ ഒപ്പം. അപ്പോൾ ഞാൻ ഒരു ഫുഡ് വ്ളോഗ് എടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്താ പറയുക, ഉമ്മാനെ ബേക്കിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. കാരണം നമ്മൾ വാഷിംഗ് മെഷീൻ ബേക്കിലാണ് ഉള്ളത്, വീടിൻ്റെ ബേക്കിൽ. അപ്പോൾ ഫുഡ് വ്ളോഗ് എടുക്കുന്നുണ്ട്, നെജുമൻ്റെ കുക്കിംഗ് വ്ളോഗ് എടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ആക്ട് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ ഒരു ശ്രമം മാത്രം കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. ഉമ്മാനെ അങ്ങനെ സർപ്രൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ഉമ്മ വേഗം സംഗതി വിളിച്ചത്താക്കും. നാളെ ഞാൻ സ്കൂട്ടി കൊണ്ടുവന്നപ്പോൾ ഉമ്മ ചോദിച്ചു, ഇതെടുത്ത് തയ്ക്കാറില്ലേ അറിഞ്ഞോട് ഒറ്റടിക്ക് ഉമ്മ പൊളിച്ച് കച്ചി തരും. അപ്പം മറ്റൊരു പ്രത്യേകത അതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കി നോക്കാം. ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നൈസിൽ ബേക്കിലേക്ക് കൊണ്ടുപോകണം. കുറേ ദിവസമായി ഉമ്മ പറയുന്നു വാഷിംഗ് മെഷീൻ്റെ കാര്യം. ഞാൻ കാനഡയിൽ നിൽക്കുമ്പോഴേ പറയുന്നുണ്ട് വാഷിംഗ് മെഷീൻ കേടായിക്കണ്, ഒന്ന് വാങ്ങണം, ഊരെടുത്താറുണ്ട്, കജ്ജെടുത്താറുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം പണിയെടുക്കുക, ഇങ്ങനെ പണിയെടുക്കാമെന്നാൽ ശരിയാവില്ല, കാട്ടി ഇളക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ശരിയാക്കി വിടലേനി. അപ്പം ഉമ്മ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കണം കേട്ടോ. വരുമ്പോൾ കാണാം. ഇനിയിപ്പോൾ ഉമ്മ ഇപ്പം പറഞ്ഞു കൊടുത്തിക്കണാവോ, ഇപ്പനോടേയും പറഞ്ഞു പറഞ്ഞു കൊടുക്കരുത് എന്നൊക്കെ. ഇപ്പം ചിലപ്പോൾ നൈസിൽ ഉമ്മയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഉമ്മ വരട്ടെ, അപ്പം നമുക്ക് നോക്കാം പരിപാടി എങ്ങനെ നീങ്ങണമെന്നുള്ളത്. ഓക്കെ, വെയിറ്റ്. ബേക്ക് പോയി കണ്ട് നിങ്ങൾക്ക് പഴയ വാഷിംഗ് മെഷീൻ കാട്ടി തരാൻ നിൽക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ നെജുമ മോട്ടർ ഇട്ട് കണ്ട് ടാങ്ക് ഫുള്ളായി വെള്ളം ചാടിയിട്ട് ആകെ സീറ്റ് മടിക്കണം. എന്നിട്ട് അതിൻ്റെ ഒച്ചമ്പുള്ളിയാണ് അവിടെ ബേക്ക് പോകാൻ വെച്ചാൽ. ഇപ്പോൾ നിൽക്കണോ അറിയില്ല, ഇപ്പോഴും വെള്ളം ചാടുണ്ടാകുക. വില എവിടെ പോയി? ഞാൻ സ്റ്റിൽ വെയിറ്റിംഗ്. അവിടെ ഷീറ്റിൽ മേലെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അലമ്പായിരിക്കും. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളം ചാടുന്ന സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മളങ്ങോട്ട് പോകണില്ല. വിമാനം കൊണ്ട് പോകുമ്പോൾ പുതിയ മെഷീന് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, സുഹൃത്തുക്കളെ, നമ്മൾ ബഹുമാനപ്പെട്ട ഉമ്മ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയതിന് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ കുക്കിംഗ് വ്ളോഗിൻ്റെ ഭാഗമാകാൻ ഇമ്മ എത്തിയിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യൽ കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ജിനുവിൻ്റെ സ്പെഷ്യൽ കുക്കിംഗ് വ്ളോഗ് ഉണ്ടെന്ന്. എന്താണെന്നുള്ള സാധനം കാണിച്ചു തരാം. എന്ത്? അല്ല, ഇതിന് പ്രശ്നമല്ലേ, കല്യാണത്തിനല്ലേ നമ്മൾ കുക്കിംഗ് വ്ളോഗ് എടുക്കേണ്ടത്. എന്താണ് കുക്ക് ചെയ്യണമെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഏത്? ഷവായ അല്ല, ഒരു വെറൈറ്റി മീറ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബേക്കിൽ. ഇവിടെ അല്ല, സാധനം പുറത്ത്, അവിടെയാണ് സാധനം ഉള്ളത്. അപ്പോൾ നമ്മൾ സാധനം കാട്ടി കൊടുക്കാൻ പോവുകയാണ്. യെസ്, വരൂ. അവളെ അതാ വില കൂടിയ നല്ല മെഷീൻ കൊണ്ടുവന്ന് കൊടുത്തപ്പോളേ ഇത് വേണ്ട. ഇമ്മാനൊക്കെ സമ്മതിച്ചണം, ഉമ്മക്ക് സെമി ഓട്ടോമാറ്റിക് മതി. ഇത് വിലയുള്ള മെഷീനാണ്. അങ്ങനെ നടക്കണ്ട, ഇങ്ങനെ ഇതൊക്കെ ഇത്ര ഡോർ വിടുക, എന്നിട്ട് ഇങ്ങനെ ഡോറിന് വിടുക, ഡോർ തന്നെത്താനാടി. IFBൻ്റെ മെഷീനാണത്. മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ നല്ല മെഷീനാണ്. അത് അടിപൊളി മെഷീനാണ്. അത് 10-15 കൊല്ലം ഈ ഇതും വെച്ച് ഓടണം. ഇത് സാംസങ് ആയതുകൊണ്ട് ഇത്രയും കാലം നിന്നുട്ടാ. സാംസങ് അല്ലത് 16 കൊല്ലത്തോളം ഈ പെരയിൽ ഡ്രസ്സ് അലക്കി. 6.2 kg. ഇതിൻ്റെ കപ്പാസിറ്റി എത്ര? 7.5 കിലോ. ഇതിൻ്റെ ക്ലാസ് ഞാൻ എടുത്തരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. പിന്നെ ഇത് യൂസ് ചെയ്യുക, നമുക്ക് പൊടി വേണ്ട. ഓക്കെ, ലിക്വിഡ് മാത്രം യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ ഒരു പരിപാടിയിൽ കുറേ ഫീച്ചേഴ്സ് ഉള്ള സാധനമാണ്. ഇഷ്ടപ്പെട്ടോ?
ഇനിയിപ്പോ തിരുമ്പങ്കല്ലിന്റെ ആവശ്യമില്ലല്ലോ. ഇതിപ്പോ 2-3 ദിവസമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പേ 2-3 ദിവസമായിട്ട് നിങ്ങൾ പോയിട്ട് ഞാനത് അന്ന് കൊടുന്ന് വെച്ചുക്കണു. നിങ്ങളാണെങ്കിൽ കിട്ടണമില്ല. വിരുന്നാണ് പോയാൽ പോവുക തന്നെ. പിന്നെ എന്താ വെച്ചാൽ ഉമ്മാക്ക് വിരുന്ന് നോക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടില്ല. ഇനിയിപ്പോ മരക്കൾ ഉണ്ടായോണ്ട് പോകാം. അങ്ങനെ പോ. അതെ, ഉമ്മാന്റെ ഉമ്മാക്ക് സുഖമില്ലായിട്ട് പോയതാണ്. അതെ, എന്തോ ഒരു കറി. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഒരു മിഠായി കൊടുക്കൽ ഫംഗ്ഷൻ, എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഞാനും ജിനുവും അതിന് പോകാൻ നിൽക്കണം. ജിനു മീൻസ് നെജ്മ കേട്ടോ. നെജ്മനെ ജിനു എന്നാണ് ഞങ്ങൾ വിളിക്കൽ. അപ്പോൾ ഞങ്ങൾക്ക് ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കരുളായിലേക്ക് പോകേണ്ടതുണ്ട്. എൻ്റെ കുഞ്ഞാമാൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ മിഠായി കൊടുക്കലുണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. പിന്നെ സുഹൃത്തുക്കളെ, എൻ്റെ ലീവ് ഏകദേശം തീരാനൊക്കെ ഉണ്ടാവും. അടുത്ത ആഴ്ച എനിക്ക് കാനഡയിലേക്ക് തന്നെ തിരിച്ചു പോകണം. അതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. കാനഡയിലേക്ക് തിരിച്ചു പോയിട്ട് നമ്മൾ കുറച്ച് സമയം കൊണ്ട് തന്നെ തിരിച്ചു വരണം എന്നാണ് നമ്മൾ പ്ലാന്. കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് നിങ്ങളെ വേറെ വ്ളോഗായിട്ട് അറിയിക്കാം, എന്താ ഏതാ സംഗതി എന്നുള്ളതൊക്കെ. അപ്പോൾ ഏതായാലും ഇമ്മാക്കും നമ്മൾ മെഷീൻ കാട്ടി കൊടുത്തു. ഇമ്മാനെ കുക്കിംഗ് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ബേക്ക് കൊണ്ടുപോയത്. ഇനി ഇമ്മ അപ്പോഴാണ് മെഷീൻ കണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ഒരു അടിപൊളി വ്ളോഗായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.